ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക് വ്ലോഗ് ചാനൽ. നുസിഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസും നമ്മുടെ നാനോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ്. അപ്പോൾ നാനോക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗിയർ മാറ്റാൻ വേണ്ടിയിട്ട് ക്ലച്ച് ചവിട്ടുമല്ലോ, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി നമ്മുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ അതിന് വേണ്ടി സ്ലോ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യുമല്ലോ, അതിനൊക്കെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ഓഫായി പോവാണ്. അപ്പോൾ ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്, അവിടെ പ്രശ്നമൊന്നുമില്ല. ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ഓഫ് ആവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ മാപ്പ് സെൻസറും ത്രോട്ടൽ ബോഡിയും നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ കാണുന്ന എയർ ഫിൽറ്ററിൻ്റെ എൻഡിൽ കാണുന്ന ഈ ഒരു ക്ലാമ്പ് റിമൂവ് ചെയ്യണം. ഒരു സ്ക്രൂ കാണാം നമുക്ക്, അത് റിമൂവ് ചെയ്തിട്ട് അത് ചെന്ന് കണക്റ്റ് ആവുന്നതാണ് ഈ നമ്മൾ ത്രോട്ടൽ ബോഡി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സ്ക്രൂ ഉണ്ട് ഉള്ളിൽ. ഈ കാണുന്ന മുകളിലായിട്ട് നിങ്ങൾക്കൊരു സെൻസറും കാണാം. ആ സെൻസറിലോട്ടൊരു കണക്ടർ വന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഈ കാണുന്ന സാധനം, ഇതും നമുക്ക് അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ അഴിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്, അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. ഇത് ചെയ്യുന്നതിൻ്റെ കൂടായിട്ട് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിടുക, പുതിയത് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ മാറ്റിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്ന് തട്ടി കുടഞ്ഞ് ഒന്ന് എയർ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ കിട്ടും നമ്മുടെ എയർ ഫിൽറ്റർ. അപ്പോൾ എയർ ഫിൽറ്ററും ഇതിൻ്റെ കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ത്രോട്ടൽ ബോഡി ഊരണം എന്നുണ്ടെങ്കിൽ 4 ബോൾട്ട് ഉണ്ട് കേട്ടോ. 4 ബോൾട്ട് നമുക്ക് ഊരിയാലാണ് എയർ ഫിൽറ്റർ ഈ ത്രോട്ടൽ ബോഡി നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്ത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ കാണുന്ന 2 കണക്ടർ ഉണ്ടാവും ത്രോട്ടൽ ബോഡിക്ക് വന്ന് കണക്റ്റ് ആയിട്ട്. ഒന്ന് ഈ കാണുന്ന സെൻസറിലും, പിന്നെ അതിൻ്റെ താഴെയായിട്ട് ആക്സിലേറ്ററിൻ്റെ ഒരു റീഡിങ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടി ഉണ്ട് അവിടെ. അതിലേക്ക് ഒരു കണക്ടർ വന്ന് കിടക്കുന്നുണ്ട്. ആ 2 കണക്ടറും ഊരിയിടുക. എന്നതിന് ശേഷം നമുക്ക് ആ 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് സീലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതായത് ഊരി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സീൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങി പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്തൊരു റബ്ബർ ഒരു വാഷറാണ്, ആ വാഷറിൽ പോയിട്ടാണ് ഇത് ടൈറ്റ് ആവുന്നത്. അപ്പോൾ ആ വാഷർ ഇതിൽ ഓൾറെഡി അതിനകത്തുണ്ട്, അത് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ഒരു സീലോ കാര്യങ്ങളോ പ്രശ്നം വരുന്നില്ല. ഇത് ഊരാനാണ് നമുക്ക് അത്യാവശ്യം സമയം എടുക്കുക. ഊരിയതിന് ശേഷം ഇതിപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇപ്പോൾ ആ ത്രോട്ടൽ ബോഡിയുടെ ഉൾഭാഗം കേട്ടോ. ഈ കാണുന്നതാണ് ത്രോട്ടൽ ബോഡിയുടെ ഉൾഭാഗം. ഇതിനകത്ത് അത്യാവശ്യം കാർബൺ നമുക്ക് കാണാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ വാൾവ് ഓപ്പൺ ആക്കി വെച്ചു, അതായത് ആക്സിലേറ്റർ ഫുള്ള് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വാൾവ് ഓപ്പൺ ആയിട്ട് കാണുന്നത്. ഈ വണ്ടി 2013 മോഡൽ നാനോ ആണ്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം പഴക്കമുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇതിൻ്റെ ത്രോട്ടൽ ബോഡി ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന ഈ സംഭവമൊക്കെ ഇതിനകത്ത് വെച്ചുകൊണ്ടും നമുക്ക് ത്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷേ നല്ലപോലെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഊരിയെടുത്തേ മതിയാവും. പിന്നെ ഈ കാണുന്ന കേട്ടോ നമ്മുടെ മാപ്പ് സെൻസർ. ഇതും ഇതിൻ്റെ ഈ സെൻസർ ആ ഭാഗം, ആ ഓയിലായിട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ത്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് 2 സ്പ്രേ അടിച്ചാൽ അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ അത് മാപ്പ് സെൻസർ ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ കാണുന്നത്. ഈ മാർക്ക് ചെയ്തത് ത്രോട്ടൽ ബോഡിയുമുള്ള സെൻസറാട്ടോ. ഞാൻ കാണുന്ന സെൻസർ ത്രോട്ടൽ ബോഡിയുമ വരുന്നതാണ്. ഇത് വായിച്ചെടുത്ത ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹോളായിട്ട്. ഇതിലാണ് മാപ്പ് സെൻസർ വരുന്നത്. അപ്പോൾ അതും നമ്മൾ ഊരിയെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനതിനകത്തുനിന്ന് നമ്മുടെ ത്രോട്ടൽ ബോഡി ഊരിയെടുത്ത് നമ്മളെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ത്രോട്ടൽ ബോഡി കേട്ടോ. ഈ ത്രോട്ടൽ ബോഡിയുടെ ഈ സെൻസർ ഉണ്ടല്ലോ, ഇതും നമ്മൾ അഴിച്ചെടുക്കണം. ഇതും അഴിച്ചെടുത്തിട്ട് ഇതിന്മേലും നമ്മുടെ ത്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് അതും ക്ലീൻ ആക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കരി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം അതൊന്നും ഞാൻ സ്പ്രേ ചെയ്ത വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോസ് എടുക്കലും അതും കൂടി നടക്കാത്തതുകൊണ്ട് അത് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഈ ഉള്ളിലുള്ള കരിയൊക്കെ നന്നായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ത്രോട്ടൽ ബോഡി ക്ലീനർ ഏതാ എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വാങ്ങിയ ത്രോട്ടൽ ബോഡി ഏകദേശം 190 രൂപ അങ്ങനെ എന്തോ വന്നിട്ടുണ്ട് ത്രോട്ടൽ ബോഡി ക്ലീനറിന്. അപ്പോൾ ആക്സിലേറ്റർ അമർത്തുമ്പോൾ ഇത് എത്തരത്തിലാണ് അത് തുറക്കുക, നിങ്ങൾക്ക് കാണാണ്ടല്ലോ. ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാൾവ് ഓപ്പൺ ആവുന്നതാണ് കാണുന്നത്. ഈ സംഭവം അങ്ങോട്ടോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള വാൾവ് ഓപ്പൺ ആയി വരുന്നത്. ഇനി ഞാൻ വാങ്ങിയ ത്രോട്ടൽ ബോഡി ക്ലീനർ ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതിന് ഏകദേശം 190 രൂപ അങ്ങനെ എന്താണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യാൻ ഈ സ്പ്രേ ഞാൻ ഫുള്ള് ഉപയോഗിച്ചിട്ടു. അത് എത്ര ഉപയോഗിക്കേണ്ടത് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല.
പക്ഷെ അത് ഫുള്ള് ഇത് അടിച്ച് ഇത് ഫുള്ള് തീർന്നപ്പോഴാണ് ഏകദേശം അത് ക്ലീനായി വന്നത്. അപ്പോൾ ഇത് മാപ്പ് സെൻസറിലും നമ്മൾ അടിച്ച് ഈ ത്രോട്ടിൽ ബോഡി ക്ലീനർ ഉപയോഗിച്ച് മാപ്പ് സെൻസറും ക്ലീനാക്കി, പിന്നെ ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗം ക്ലീനാക്കി, പിന്നെ ത്രോട്ടിൽ ബോഡിയുടെ മുകളിൽ വരുന്ന ആ സെൻസർ ഊരിയിട്ട് അതിലും അത്യാവശ്യം സ്പ്രേ ചെയ്തിട്ട് അതും ക്ലീനാക്കിയിട്ടുണ്ട്. അപ്പോൾ ത്രോട്ടിൽ ബോഡി ക്ലീനാക്കിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ ഫോണ് ഫോക്കസ് ആവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ത്രോട്ടിൽ ബോഡി ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല പ്രസ് ചെയ്ത് സ്പ്രേ ചെയ്താൽ സംഭവം ക്ലീൻ ആവും. ഇനി നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കണം ആ സംഭവം വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യാണ്. പക്ഷേ വണ്ടി ക്ലച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആവണായിട്ട് അറിയില്ല. കാരണം വണ്ടി ഒന്ന് മൂവായി ഓടിയതിന് ശേഷമാണ് ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ ആ ഒരു വിഷയം വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിർത്തിയിട്ട് വണ്ടിമേ ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫ് ആവണമൊന്നുമില്ല. ഒന്നായിട്ട് ഓടിയതിൻ്റെ ശേഷം പിന്നെ വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് ചവിട്ടില്ല, അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ പറയാം ഇത് സക്സസ് ആയിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തു, മാപ്പ് സെൻസർ ക്ലീൻ ചെയ്തു, പിന്നെ ത്രോട്ടൽ ബോഡിയും ക്ലീൻ ചെയ്തു. ഇത്രയും സംഭവം ക്ലീൻ ചെയ്തു. ഇനി ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫ് ആവണുണ്ടോ എന്നുള്ളത്. ആ സംഭവം ഇപ്പോൾ അറിയണില്ല. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഇപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫ് ആവേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിക്കില്ല. വണ്ടി ഒന്ന് സ്മൂത്തായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പിക്കപ്പ് കിട്ടിയ മാതിരി ഒരു ഫീലിങ്, അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അപ്പോൾ നമ്മൾ ചെയ്ത സംഭവമൊക്കെ കറക്റ്റ് സക്സസ് ആയിക്കണ്. അപ്പോൾ അത്യാവശ്യം വണ്ടിയുടെ ആ പൊടി ത്രോട്ടൽ ബോഡിയിൽ ഉണ്ടായിരുന്നതും എയർ ഫിൽറ്ററിൽ ഉണ്ടായിരുന്നതും മാപ്പ് സെൻസറിൽ വന്നിരുന്ന എല്ലാ ഡസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആയപ്പോൾ വണ്ടി ഒന്ന് സ്മൂത്തായി. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ നാനോൻ്റെ വീഡിയോസിലെ വിശേഷങ്ങൾ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരെയൊക്കെ സ്വിഫ്റ്റ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.